അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രം ആഴമേറിയതാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡായിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, തീർച്ചയായിട്ടും അവർ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം. പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പോലും ഇപ്പോൾ ഇല്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ ഒരുപാട് സങ്കടത്തിലാണെന്നാണ് ഇവിടെ കാണുന്നത്. മേ ബി നിങ്ങളില്ലാത്ത ഓരോ മൊമെൻറ്റിലും അവർ കരയുന്നുണ്ടാവാം നിങ്ങളെക്കുറിച്ച് ഓർത്ത്. അത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു പ്രണയമാണ് അവരുടെ ഹൃദയത്തിലുള്ളതെന്നാണ് കാണുന്നത്. ഓക്കെ, അവർ നിങ്ങളോട് പറയാത്തത്ര സ്നേഹം അവരുടെ ഉള്ളിൽ ഉണ്ടാവാം. ഓക്കെ, ടെൻ ഓഫ് കപ്സ് ആണ്. ഡെഫിനറ്റ്ലി ഈ ഒരു കാർഡിലൂടെ വ്യക്തമാകുന്നത് നിങ്ങളോട് അത്രയധികം ഇഷ്ടം അവർക്ക് നിങ്ങളോടുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങളോടൊപ്പമുള്ള ഓരോ മൊമെൻറ്റും ഈ ഒരു നിമിഷം പോലും അവരുടെ മനസ്സിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു ഓർമ്മകളിലൂടെ മാത്രമാണ് അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു കെയർ, ആ ഒരു അഫെക്ഷൻ എല്ലാം അവർക്ക് ഉണ്ടാകണമെന്ന് അവർ അത്രമാത്രം ആഴത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ന്യൂ ബിഗിനിങ് കാർഡ് എനർജി പറയുന്നത് നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അത്രമാത്രം ബട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. എങ്കിൽ കൂടി അവർ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലൊരു ന്യൂ ബിഗിനിങ്, ഒരു റീബർത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് അവർ സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ നല്ലതുപോലെ കാണുന്നുണ്ട്. മേ ബി അത് ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് തന്നെയാണെന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം, കൂടുതലും അവരുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് തന്നെ ആകാനാണ് ചാൻസ്. ഓക്കെ, വ്യൂ ദ വേർഡ് കാർഡ് എനർജി പറയുന്നത് ഡെഫിനറ്റ്ലി അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾ ഒരുപാട് അവരെ ഡീപ്പായിട്ട് തന്നെ ലവ് ചെയ്യുന്നുണ്ട്. ആ ടൈമിലും റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്ത് പോലും ഡീപ്പായിട്ട് തന്നെ അവർക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റാരെക്കാളും ഉപരി അവരുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ ആ വ്യക്തി തയ്യാറാകുന്നില്ല. ഓക്കെ, സെവൻ ഓഫ് സ്വാർഡ്സ് അവർക്കൊരു ഈ ഒരു സിറ്റുവേഷനിൽ അവരിൽ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളോട് പല കാര്യങ്ങളും നിങ്ങളോട് ചിലപ്പോൾ മറച്ചു വെച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ പല കാര്യങ്ങളും അവർ മറച്ചു വെച്ചിട്ടുള്ളതൊക്കെ ഓർത്ത് അവരിപ്പോൾ സങ്കടപ്പെടുന്നുണ്ട്. അവരുടെ സ്ട്രഗിൾസ്, അവരുടെ വേദനകൾ, അങ്ങനെ അതൊക്കെ തന്നെ ആവാം മറച്ചു വെച്ചിട്ടുള്ളത്. അവരുടെ സിറ്റുവേഷൻ, ലൈഫ് സിറ്റുവേഷൻ, സ്ട്രഗിൾസ് ഒക്കെ തന്നെ നിങ്ങൾ ചിലപ്പോൾ വിഷമിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ ഓർത്തിട്ട് അവർ അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളോട് മറച്ചു വെച്ചിട്ടുണ്ടാവാം. മേ ബി അത് നിങ്ങളുടെ സ്നേഹം അവർക്ക് നഷ്ടമാകാം എന്ന ചിന്തയിലാവും. ബട്ട് ഇപ്പോൾ അവർക്ക് അതൊക്കെ ഓർത്ത് വിഷമം തോന്നുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പോയേനെ, നിങ്ങൾ അവരെ മനസ്സിലാക്കിയേനെന്നൊക്കെ അവർക്ക് ഇപ്പോൾ നിലവിൽ തോന്നുന്ന ഒരു സമയമാണ്. അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്ര പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഇപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ട്. അത്രയധികം പ്രോബ്ലംസ് ഉണ്ട് അവരുടെ ലൈഫിൽ. എന്നാൽ പോലും നിങ്ങളെ വേർപിരിയാനോ അല്ലെങ്കിൽ നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാനോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും നിങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, കിങ് ഓഫ് കപ്സ് കാർഡാണ്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ വെൽവിഷർ തന്നെയാണെന്നാണ് കാണുന്നത്. നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ്, ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് നല്ലത് മാത്രം വരണം, നിങ്ങളുടെ നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഫൈവ് ഓഫ് വേർഡ്സ്. മേ ബി നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നുണ്ടാവാം, ചേസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളെ അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ആക്ഷൻ അവർ ഒരുപാട് എടുക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. എത്ര ടൈംസ് അവർ പരാജയപ്പെട്ടാലും, എത്രയൊക്കെ ലൈഫ് സിറ്റുവേഷൻസ് വന്നാലും, എത്രയൊക്കെ സ്ട്രഗിൾ ചെയ്താലും അവർ നിങ്ങളിലേക്ക് എത്താനായിട്ട് ഒരുപാട് ഇപ്പോൾ ട്രൈ ചെയ്യുന്നൊരു ടൈമായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളെക്കാൾ ഉപരി നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ലവ് എനർജിയാണ് വളരെ കൂടുതലായിട്ടാണ് ഈ ഒരു റീഡിങ്ങിൽ ത്രൂ ഔട്ട് കാണുന്നത്. നിങ്ങളെക്കാൾ ഉപരി മേ ബി ആ ഒരു പേഴ്സൺ നിങ്ങളെ ലവ് ചെയ്യുന്നുണ്ടാവും. ബട്ട് ഇപ്പോൾ നിലവിലൊരു സ്ട്രഗിൾസ്, ഒരുപാട് ലൈഫ് സ്ട്രഗിൾസ് അവർ നേരിടുന്നതുകൊണ്ടായിരിക്കണം അവർ നിങ്ങളിലേക്ക് എത്താൻ സാധിക്കാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, കിങ് ഓഫ് പെസ്റ്റാക്കിൾസ്. യെസ്, ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ
അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് വരുമ്പോൾ അവർ ഒരുപാട് ഒരു കിങ്ങായിട്ട് മാറുകയാണ്. നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഹാപ്പി ആവും. അത്രയ്ക്കും പ്രൗഡാണ് നിങ്ങളോടൊപ്പമുള്ള അവരുടെ മൊമെൻറ്റ്സ് പോലും അവർ ഭയങ്കര പ്രൗഡായിട്ട് കരുതുന്നു. അപ്പം നിങ്ങളെ ലൈഫിലേക്ക് നേടിയെടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ഫീലാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത്. അത്രയ്ക്കും നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള ലൈഫ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അവർ ഡ്രീം ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത്. ഓക്കെ, 8 ഓഫ് 1. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുത്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. നേരത്തെ തന്നെ നമുക്ക് യൂണിവേഴ്സൽ സയൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യക്തി ഈ ഒരു റീബർത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കുന്നതായിട്ടൊരു നമുക്ക് സയൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ 8 ഓഫ് 1 എനർജി പറയുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു മിറക്കിൾ പോലെ തന്നെ അല്ലെങ്കിൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തും. ഒരുപക്ഷെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോകും ആ ഒരു ടൈമിൽ. അതുപോലെ ഒരു മിറക്കിൾ പോലെ തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി എത്തുമെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു അനുഗ്രഹം തന്നെയായിരിക്കണം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക. നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓവർ തിങ്കിങ് ഒക്കെ ഒഴിവാക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷനിലോട് കൂടി മുന്നോട്ട് പോവുക. റീഡിങ്ങിൽ ത്രൂ ഔട്ട് ഒരു ഫുൾ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ലവ് ലൈഫിൽ എന്തായാലും ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. ഉണ്ടാവട്ടെ. സോ ഓക്കെ, റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും